നമസ്കാരം. നമ്മൾ ടി ഡി എസ് എന്താണെന്നുള്ളത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ ചർച്ച ചെയ്തതാണ്. എന്താണ് ടി ഡി എസ് എന്നുള്ളത്? ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്നത് ടി സി എസ്, അതായത് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. എന്താണ് ടി സി എസ്? ആരൊക്കെയാണ് ടി സി എസ് പേ ചെയ്യുന്നത്? അതായത് ടി സി എസ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ഒരു വാഹനം വാങ്ങുന്നു, കാർ വാങ്ങുമോ നിങ്ങൾ വാങ്ങാൻ ചെല്ലുമ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ വില 10 lakhs ആൻഡ് അബവ്, അപ് ടു 10 lakhs ടി സി എസ് കളക്ട് ചെയ്യില്ല. 10 lakhsന് മേലെ വന്നാൽ ആ ഫുൾ എമൗണ്ടിന് 1% ടി സി എസ് കളക്ട് ചെയ്യും. അത് കളക്ട് ചെയ്യുന്നത് കമ്പനിക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് സർക്കാരിലോട്ട് അടയ്ക്കും ടി സി എസ്. ഇതുപോലെ നിങ്ങൾ ടൂർ പാക്കേജ് ബുക്ക് ചെയ്യുവാണെങ്കിൽ അതിലും വരുന്നുണ്ട് 1%, അതായത് 1% ടി സി എസ്. ചില കേസുകൾ 5% വരുന്നുണ്ട്. ഈ സാറിന് വരുന്നൊരു 1% ചാർജ് ചെയ്തിട്ട് അത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കും ടി സി എസ്. അതെന്തിനാണെന്ന് വെച്ചാൽ ജനങ്ങളുടെ മേൽ ഒരു ടാക്സിൻ്റെ കൺട്രോൾ, അതായത് ഇൻകം ടാക്സ് നിങ്ങളുടെ മേലൊരു കണ്ണുണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ടാക്സ് നിങ്ങൾ പിടിക്കുന്നതിന്. ഹൈ വാല്യൂ ട്രാൻസാക്ഷൻ വരുമ്പോൾ നിങ്ങൾ ടാക്സ് പേ ആണോ, നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നുള്ള ഒരു എന്താ പറയുക, അതിനുള്ള ഒരു ഇത് തരുന്നതാണ്, നമുക്ക് ഒരു വാർണിംഗ് തരുന്നതാണ് ടി സി എസ് കളക്ട് ചെയ്യുന്നത്. ഈ ടി സി എസ് മുഴുവനായിട്ട് ഗവൺമെൻറ്റിലോട്ട് പോവില്ല, നമുക്ക് തിരിച്ചു കിട്ടും. എപ്പോൾ കിട്ടും? നിങ്ങളിപ്പോൾ ഒരു വാഹനം വാങ്ങുന്നു, 10 ലക്ഷത്തിന് മേലെ വാങ്ങുന്നു, അതിന് 1% ആ റേറ്റ് അനുസരിച്ച് നിങ്ങൾ ടി സി എസ് കൊടുക്കുന്നു. ഈ ടി സി എസ് കൊടുത്തിട്ട് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഇൻകം ടാക്സ് റിട്ടേൺ നിങ്ങൾ ഫയൽ ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ ആ പൈസ അവിടെ കിടക്കും, നിങ്ങൾക്ക് പൈസ കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ടാക്സ് പേ ആണ് എങ്കിൽ, നിങ്ങൾ ഒന്നിൻ്റെയും ടാക്സ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ടാക്സ് അടയ്ക്കേണ്ടി വരുന്നോ ആ ടാക്സ് ഈ ടി സി എസിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും. ഇനി വേറൊരു കേസ്, നിങ്ങൾ ടാക്സ് പേ അല്ല, നിങ്ങൾ ടാക്സ് കൊടുക്കുന്ന ഒരാളല്ല, നിങ്ങൾ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ടാക്സബിൾ ഇൻകം നിങ്ങൾക്ക് ഇല്ല, ഈ ടി സി എസ് പിടിച്ചത് മാത്രമേ അവിടെ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ആ ടി സി എസ് എമൗണ്ട് ഗവൺമെൻറ് പിടിച്ചത് മുഴുവൻ എമൗണ്ടും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് ഫോർ ദി ടൈം ബീങ് ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ഐ ടി ആർ ഫയൽ ചെയ്യുന്നതിന് ഇടയ്ക്കുള്ള ഇതിന് മാത്രമേ ഈ ഫണ്ട് ഗവൺമെൻറ് കയ്യിൽ നിൽക്കുന്നുള്ളൂ. ടാക്സ് പേ ആണെങ്കിൽ, നിങ്ങൾ ടാക്സ് അടച്ചിട്ടില്ലെങ്കിൽ ടാക്സ് കഴിഞ്ഞുള്ള എമൗണ്ടും, നിങ്ങൾ ടാക്സ് പേ അല്ല, ടാക്സ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിടിച്ച ടി സി എസിൻ്റെ ഫുൾ എമൗണ്ടും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതുകൊണ്ട് വാഹനങ്ങൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ വാഹനങ്ങൾ വാങ്ങുമ്പോൾ ടി സി എസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് തരും. ഈ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, നിങ്ങൾ ഐ ടി ആർ ഫയൽ ചെയ്യണം. ഐ ടി ആർ ഫയൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എമൗണ്ട് തിരിച്ചു കിട്ടുകയുള്ളൂ. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ദയവായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുവരെയും വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഇൻഫർമേഷൻ കിട്ടുന്നതിന് വേണ്ടി ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.